ഹലോ ഗൈസ്, കഴിഞ്ഞ മൈൻക്രാഫ്റ്റ് വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ കളിക്കുന്ന ഏത് മൈൻക്രാഫ്റ്റ് ലോഞ്ചർ ആണെന്ന്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്തതും അതുപോലെ തന്നെ FPS കൂട്ടി എങ്ങനെ കളിക്കാം എന്നുള്ളൊരു വീഡിയോ എടുത്ത് അതുപോലെ തന്നെ ഇതിൽ കുറേ അധികം മോഡും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് മാക്സിമം ഇത് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. 26.1.2 എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക് വെർഷനാണ് നമ്മൾ ഇന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഷാഡർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സർവ്വസാധാരണമായിട്ട് ഷാഡർ ഉപയോഗിക്കുമ്പോൾ FPS കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഷാഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെ FPS കൂടെ കളിക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും നേരെ വീഡിയോ എടുക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇപ്പോൾ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ സാലിത്ത് ലോഞ്ചർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ സാലിത്ത് ലോഞ്ചർ എന്ന് കാണാം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിലൂടെ നിങ്ങൾ 1.4.1.4 എന്ന് പറഞ്ഞൊരു വെർഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം. ലാസ്റ്റുള്ള ആപ്പിക്കാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഗ്ലൂസ് റണ്ടർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതേ സൈറ്റിൽ തന്നെ വേറൊരു മൊബൈൽ ഗ്ലൂസ് റണ്ടർ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം അവിടെ മൊബൈൽ ഗ്ലൂസ് റണ്ടർ എന്ന് കാണാം. അതൊന്ന് നെക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്ന കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മൊബൈൽ ഗ്ലൂസ് റണ്ടർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മോഡിഫൈ റണ്ടർ സെറ്റിംഗ്സ് എന്ന് കാണാം. അതിന് ജസ്റ്റ് തൊട്ടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരില്ലേ. അത് നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നിൽക്കിയ ശേഷം അതിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്ററിൽ MG എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ യൂസ് ദിസ് ഫോൾഡർ നോക്കി അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. അതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ മേലത്തെ ഒരു പ്രിഫർ എനേബിൾ എന്ന് കാണാം. അവിടെ നിങ്ങൾ എനേബിൾ കൊടുക്കണം. എനേബിൾ കൊടുത്തതിന് ശേഷം ഇവിടെ ഓൺ ആക്കുന്ന സാധനങ്ങളുണ്ട്. അതിലൊന്ന് ഫസ്റ്റത്തെ ഓൺ ആക്കുക, അത് രണ്ടാമത്തെ ഓൺ ആക്കുക. ഇത്ര ചെയ്താൽ തന്നെ മതി. നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ സാലിത്ത് ലോഞ്ചർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഗ്രി കൊടുക്കാനൊക്കെ ഉണ്ടാവും. അഗ്രിയൊക്കെ കൊടുത്ത് വിടാം. അഗ്രിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരാൻ സാധിക്കല്. അതിൽ ആഡ് അക്കൗണ്ട് ഉണ്ട്, നോ വെർഷൻ ഇൻസ്റ്റാൾ ഉണ്ട്. അതിൽ നോ വെർഷൻ ഇൻസ്റ്റാൾ നിൽക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കല്. അതിൽ ഇൻസ്റ്റാൾ ആയി ന്യൂ വെർഷൻ നിൽക്കുക. ഇൻസ്റ്റാൾ ആയി ന്യൂ വെർഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 26.1.2 എന്ന് പറഞ്ഞ വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഫാബ്രിക് ഉണ്ടാവും. ഫാബ്രിക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള 0.19.3 നിൽക്കുക. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞാൽ ഫാബ്രിക് API ഉണ്ട്. അതിൽ 26.1.2 എന്ന് പറഞ്ഞ ഈ ഒരു വെർഷനും കൂടി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും. ഡൗൺലോഡ് ബട്ടൺ നിൽക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ വെർഷൻ ഇവിടെ കാണാൻ പറ്റും. അത് നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഫാബ്രിക് വെർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് വന്ന് ഞങ്ങൾ റിട്ടേൺ വന്നിട്ട് ആഡ് അക്കൗണ്ടിനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ എനിക്കതല്ല, ഞാൻ ഓൾറെഡി അക്കൗണ്ട് ആക്കിയിട്ട് അത് നിൽക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. പേര് സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ സെറ്റിംഗ്സ് പോകുക. അവിടെ റണ്ടർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം മൊബൈൽ ഗ്ലൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഗ്ലൂസ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ അടിക്കുക പോകുക. അവിടെ രണ്ടെണ്ണം ഓൺ ആക്കാണ്ടാവും. രണ്ടെണ്ണം കൃത്യമായിട്ട് വീഡിയോ നോക്കിയിട്ട് ഓൺ ആക്കുക. അത് കഴിഞ്ഞ ശേഷം ഗെയിം സെറ്റിംഗ്സ് എടുക്കുക. റൺ ടൈം എന്ന് കാണാൻ ഇന്റർണൽ 21 സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എക്സ്പെരിമെന്റൽ സെറ്റിംഗ്സ് എടുക്കുക. അതിലുണ്ടാവും ബിഗ് കോർ എന്ന് അതൊന്ന് ഓൺ ആക്കി കൊടുത്താൽ മാത്രം മതി. കൃത്യം മറ്റേ സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണാൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ മോഡിൽ സോഡി സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ മേലെ കാണുന്ന ഈ സോഡി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള 26.1.2 എന്ന് പറഞ്ഞ ഈ വെർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഉള്ളത് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം ആക്കും. കൺഫേം ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഡൗൺലോഡ് ആവും. അതിനുശേഷം നിങ്ങൾ റിട്ടേൺ വന്നിട്ട് എരീസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ എരീസ് ഷാഡർ എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻ്റർഫേസ് വരും. ഇതിൽ 26.1.2 പറഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് വെർഷൻ തന്നെ ഡൗൺലോഡ് ആക്കാം. അപ്പോൾ ഞാൻ ഇതിൽ കുറേ അധികം ഷാഡറും കാര്യങ്ങളൊക്കെ കയറ്റിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ കയറ്റേണ്ട കംപ്ലൈൻറ്ററി ഷാഡറാണ്. കാരണം ഞാൻ ഇന്ന് FPS ബൂസ്റ്റ് ചെയ്യാൻ പോകുന്ന കംപ്ലൈൻറ്ററി ഷാഡറിലാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ കംപ്ലൈൻറ്ററി ഷാഡർ അതുപോലെ BSL ഷാഡറൊക്കെ കളിക്കാൻ നോക്കാം. ഷാഡർ മോഡ്സൊക്കെ ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗെയിം ലോഞ്ച് ചെയ്യാം. ഗെയിം ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ഒക്കെ ചിലപ്പോൾ നിൽക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ നെക്കി കൊടുക്കാം. എല്ലാം അലവും കൺഫേം ഒക്കെ നെക്കി കൊടുക്കാം. അതിന് നിങ്ങൾക്ക് മൊജാങ് എന്ന് വരും. മൊജാങ് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ആക്കുക. ഓരോ ഫോണിനനുസരിച്ചാണ് ഇങ്ങനെ വെയിറ്റ്നെസ് വരില്ല, അതേപോലെ ലാഗ്നെസ് ഒക്കെ വരില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരെ കൊണ്ടുപോയി സ്റ്റാർട്ട് ആവുന്നൊക്കെ നേരെ ഓപ്ഷനിൽ പോവാം. അപ്പോൾ ഞാൻ ഫോളൊക്കെ കുറച്ച് കൂട്ടിയൊക്കെ കുറച്ച് എന്താ പറയുക, കുറച്ച് ലാഗും കുറഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ കൺട്രോൾ വെക്കാണ്ട് നിങ്ങൾ നേരെ ഓട്ടോ ജമ്പൊക്കെ ഓണാക്കിയിട്ടാണ് നല്ലത്. ഫോമൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലാഗ് കുറഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ഇവിടെ ഫാൻസിയിൽ ഞാൻ ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ക്ലൗഡൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് തോന്നിച്ചോളൂ. പിന്നെ നമ്മൾ നേരെ സിംഗിൾ പ്ലെയർ ഒക്കെ നേരെ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു വേൾഡിൽ സ്മോൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ FPS കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ 105-106 FPS അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എത്രത്തോളം ഈ മറ്റേ റെസൊല്യൂഷൻ കുറക്കണം അത്രത്തോളം നിങ്ങൾ FPS അടിച്ച് കയറും. പിന്നെ നമ്മളിപ്പോൾ വേൾഡ് സ്പോൺ ആയതുകൊണ്ട് ചെറുതായിട്ട് ലാഗ് അടിക്കുന്നമാതിരി ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ 114 FPS ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ FPS കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ സോഡിയമും അതേപോലെ ഈരീസും ഷാഡറും അപ്ലൈ ചെയ്തു. പിന്നെ അതേ മൊബൈൽ ഗ്ലോസിലുള്ള കുറേ സംഭവങ്ങളും പിന്നെ നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ടാണ് FPS നല്ല അടിച്ച് കയറുന്നത്. നമുക്ക് ഷാഡർ ഇട്ട് നോക്കാം. ഷാഡർ നമ്മൾ എന്താ FPSും കാര്യങ്ങളൊക്കെ നോക്കാം. പ്രത്യേകിച്ച് കംപ്ലൈൻറ്ററി ഷാഡർ ഇടുമ്പോൾ നമ്മൾ FPSും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറച്ച് ലോ ആവും. അപ്പോൾ നമ്മൾ ഷാഡർ ഇട്ട് നോക്കാം. നമ്മൾ വീഡിയോ സെറ്റിങ്ങിലേക്കാണ് കംപ്ലൈൻറ്റർ ഷാഡർ ഒന്ന് ഡണ്ണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലോഡിങ് എറർ എന്ന് കാണിക്കുന്നുണ്ട്. കംപ്ലൈൻറ്റർ ഷാഡർ എറർ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ നേരെ കംപ്ലൈൻറ്റർ ഷാഡർ പാക്ക് സെറ്റിങ്സിൽ ഹൈ ആയിരിക്കും. അത് നേരെ നിങ്ങൾ വെരി ലോ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ കളിക്കുമ്പോൾ ഷാഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോള് ഷാഡർ അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കംപ്ലൈൻറ്റർ ഷാഡർ ആയിട്ടാണ് ഇങ്ങനത്തെ ഈ ലോഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് എറർ ആവുന്നത്. കംപ്ലൈൻറ്റർ ഷാഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് PC-കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഷാഡറാണ്. അപ്പോൾ നിങ്ങൾ ഈ FPS കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അത് ജസ്റ്റ് 16 അല്ലെങ്കിൽ 15 ഒക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല FPS-ലൂടെ കംപ്ലൈൻറ്റർ ഷാഡർ ഉപയോഗിച്ച് കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് ഷാഡർ ഉപയോഗിക്കുകയാണെങ്കിലും അപ്പോൾ നിങ്ങളെ റിസൊല്യൂഷനും അതേപോലെ സെറ്റിങ്സ് കാര്യങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലാഗും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടും അതേപോലെ ചില ഷാഡറിന് ഇങ്ങനത്തെ കുഴപ്പമുണ്ട്. ചിലപ്പോൾ ലോഡാവില്ല. ഹൈയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ലോഡാവാത്തത്. അത് നേരെ ജസ്റ്റ് ലോയിലും വെരി ലോയിലൊക്കെ ഇട്ട് നോക്കി അപ്പോൾ ചിലപ്പോൾ ലോഡാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മൾ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ കമൻറ്റൊക്കെ വന്നപ്പോൾ ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞിട്ട് ട്യൂട്ടോറിയൽ വെറുതെ ചെയ്തതല്ലോ. പിന്നെ അതേമാതിരി ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ആ ഒരു വേൾഡ് ഉണ്ടല്ലോ, ആ വേൾഡ് ഒന്ന് എററായിട്ട് എന്താ പറയുക ആ വേൾഡ് പോയി. അപ്പോൾ നമ്മളൊരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ ഇനി പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഷാഡർ എങ്ങനെ ഉണ്ട് പൊളിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ VSLും വേറെ കുറേ ഷാഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഷാഡറിൻ്റെ പാക്ക് നെയിമും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക വേറെ എന്തെങ്കിലും വീഡിയോ ഇതിനെ പറ്റി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം നമ്മളെ ചാനലിൻ്റെ ബയോയിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാനായിരിക്കും. ബൈ.